അങ്ങനെ മ്യൂസിയം കണ്ടു കഴിഞ്ഞപ്പോഴേ ബിഗ് ബി ഷൂട്ട് ചെയ്ത് ആ വീടൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഇതാണ് ആ സംഭവം. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ ഇത് തന്നെയാണോ എന്ന്. പക്ഷേ ഇത് തന്നെയാണ് ആ സംഭവം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ബാക്കിയെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ലൊരു സൈലൻറ്റ് ഏരിയ ആണ്. പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഇട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വേറെ ഒന്നും അല്ല കേട്ടോ. ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ നല്ല കാറ്റും പിന്നെ അങ്ങനെ അധികം വെയിലൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ വെയിലൊന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ നടന്നു പോകുന്നത്. പക്ഷേ ഈ വഴികളിലൂടെയൊക്കെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും അതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നടന്നു വരുമ്പോഴേ ഇവിടെ ഏതോ ഒരു സിനിമയുടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കത് ചോദിക്കേണ്ടതാണ് ആരുടെ സിനിമയാണെന്ന്. അപ്പോൾ പുള്ളിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കണ്ട കേട്ടോ. ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായി. വേറെ ഒന്നുമല്ല, ആസിഫ് അലിയാണ് നായകൻ. ഏതോ ഒരു സിനിമയുടെ പേര് പറഞ്ഞു കേട്ടോ. ആ പേര് ഞാൻ അത്ര അങ്ങോട്ട് ഓർക്കണില്ല. അപ്പോൾ ആസിഫ് അലിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങാണ് നടക്കണതെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തായാലും സംഭവം നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. വലിയ ലൈറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഈ വഴി വരുമ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടിക്കറ്റ് എടുക്കാണ്. മെട്രോയിൽ തന്നെ, വാട്ടർ മെട്രോയിൽ തന്നെ തിരിച്ച് പോവാൻ കേട്ടോ ഇവിടെ നിന്ന്. പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ വാട്ടർ മെട്രോയിൽ കയറിയപ്പോഴേക്കും ഞാൻ വിചാരിച്ച സംഭവം ഞാൻ കണ്ടിട്ട വലിയൊരു ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിതിൽ കയറിയത്. പക്ഷെ അങ്ങോട്ടും ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണാൻ പറ്റിയില്ല. അൾട്രാടെക് സിമെൻറ്റ് എന്ന് അതും എഴുതിയിട്ടുണ്ട്. ഇനി സിമെൻറ്റ് കൊണ്ട് തന്നെ ഷിപ്പാണാവോ അറിയില്ല കേട്ടോ. ഇത് നിറയെ സിമെൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ. കാണാൻ പറ്റൂല, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ അതിനെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. നമുക്കൊരു ടൈം പാസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പോവാൻ കേട്ടോ. എന്തായാലും അതിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, നല്ല വലിപ്പമുണ്ട്. പിന്നെ അതേ നോക്കുമ്പോൾ എന്താ 2 ജങ്കാർ ഇതിലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ജങ്കാറിനെയൊക്കെ നോക്കിയിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ഷിപ്പ് യാർഡിൻ്റെ അടുത്തുകൂടിയാണ് പോകാൻ പോണത്. അപ്പോൾ അവിടെയും ചിലപ്പോൾ ഷിപ്പുകൾ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ട ഷിപ്പൊക്കെ ചിലപ്പോൾ ഇവിടെ നിൽക്കണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണോ എന്ന് അറിയില്ല. കണ്ടെയ്നറുകളൊക്കെ അതിൽ നിന്ന് എടുത്ത് വെക്കണു, പിന്നെ തിരിച്ചിങ്ങോട്ട് കയറ്റണു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഷിപ്പ് യാർഡിൻ്റെ അടുത്ത് കൂടെ പോകുന്നത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷിപ്പ് യാർഡ് കാണാൻ പറ്റുമല്ലോ. ഞാൻ എങ്ങനെ ഇത് കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കണ്ടു. ഏകദേശം നമ്മൾ അതിനോട് അടുത്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വലിയ 2 ഷിപ്പുകൾ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. പിന്നെ കണ്ടെയ്നർ ഈ പറഞ്ഞോണം അങ്ങോട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ട ഈ ഷിപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ കണ്ട ഷിപ്പാണെന്ന് തോന്നുന്നു. ആ കടൽ തീരത്തിരുന്നപ്പോൾ വന്ന ആ ഷിപ്പാണെന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ അതാണെന്നൊന്നും. എന്തായാലും ഈ വെള്ളത്തിലൂടെയുള്ള യാത്ര എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിമനോഹരം എന്ന് പറയാം.